السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم صدق الله مولانا العلي العظيم. ഏറെ സർവാദരണീയരായ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെയൊക്കെ സ്നേഹഭാജനം സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള പ്രൗഢപ്രതീകങ്ങളായ സാദാത്തുമാരെ, സർവാദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം, അഭിയന്നരായ വാക്കോട് ഉസ്താദ് അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ സംഘടനാ നേതാക്കന്മാർ, സർവാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഭിയന്നരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെയും SKSL സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങളുടെയും നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ മംഗലാപുരത്ത് നിന്ന് മലപ്പുറത്തേക്കും, സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കും നയിച്ചിട്ടുള്ള മുഖദ്ദസ് സന്ദേശയാത്രയുടെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഹിതമായ സംഘടനയുടെ 35 വർഷം പൂർത്തിയാകുന്ന ഏറ്റവും പ്രധാനമായ സമയത്ത് സംഘടന ഈ കാലം വരെ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ സമൂഹത്തിനിടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയതാണ് എന്ന് നമുക്കറിയാം. ഈ സംഘടനയുടെ ആനുകാലികമായ വിഷയങ്ങളിലുള്ള നിലപാടുകളും ഈ കാലമത്രയും സംഘടന ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടുകളും സമൂഹത്തിൽ വിശദീകരിക്കുകയും നമ്മുടെ പുതിയ കാലത്ത് വിശ്വാസത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ അതിജയിക്കാൻ ആവശ്യമായ നേതൃപരമായ പങ്കുവഹിക്കാൻ ഏറെ ബാധ്യതപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ സംഘടന അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സംഘടനയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സമ്മേളനം 35 വർഷം പൂർത്തിയാകുമ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ കോഴിക്കോട് മുഖദ്ദസിൽ വെച്ച് പ്രൗഢമായി നടക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന സത്യം, സ്വത്വം, സമർപ്പണം എന്ന ഏറെ കാലികമായ മുദ്രാവാക്യത്തെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നതിന് വേണ്ടിയാണ് അഭിയന്നരായ ജാഥാ നായകന്മാർ കഴിഞ്ഞ 11 ദിവസങ്ങളിലായി കേരളത്തിന്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് ഈ യാത്ര നയിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ സംഘടന ഒരു അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ 1921 കാലഘട്ടങ്ങളിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതുവരെ നിരാക്ഷേപം നടന്നു വന്നിരുന്ന പല സംഗതികളും ആക്ഷേപം ഉന്നയിക്കുവാൻ ചില ആളുകൾ, മുസ്തഫ കമാൽ അത്താതുർക്കിനെ പോലെയുള്ള ചില ആളുകളുടെ വിഖണ്ഡമായ വാദങ്ങൾ കേരളക്കരയിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉള്ള ചില ശ്രമങ്ങൾ നടന്നപ്പോൾ മഹാരഥന്മാരായ ഈ സമുദായത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന, ഏറെ ചിന്തോദീപകമായ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിച്ചിരുന്ന അഭിവന്ദരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള അഗ്രേസ്തരായ പണ്ഡിതന്മാർ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ, പ്രവർത്തനത്തിനെതിരെയുള്ള പ്രതിപ്രവർത്തനം നിർവഹിക്കാൻ മഹാന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും അന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള മഹത്തുക്കളായ ആളുകൾ അവരൊരുമിച്ച് കൂടിയിട്ട് അതിന്റെ ആലോചനകൾ ആരംഭിക്കുകയും 1926 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ ആദർശ പ്രസ്ഥാനം ഒരു സംഘടനാ രീതിയിലേക്ക് വരികയും ചെയ്യുകയാണ്.
നമ്മൾ ഈ സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മറ്റൊരു വിഭാഗമായി അവാന്തര വിഭാഗമായി രേഖപ്പെടുത്തേണ്ട സംഘടനയല്ല. എന്തുകൊണ്ട്? മഹാനായിരിക്കുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ അറഫയിൽ നിന്ന് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്. വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ പരിശുദ്ധമായ ദീന പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വർത്തമാനം ഇങ്ങനെയാണ് എന്ന് വിശുദ്ധരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന. എന്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുകൊണ്ട് ആയിരക്കണക്കിന് സ്വഹാബത്തുൽ കിറാം അറഫ മൈതാനിയിൽ നിന്ന് വിശുദ്ധമായ ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം, പ്രവാചകനിൽ നിന്ന് നേരിട്ട് ദീന് പഠിച്ച സ്വഹാബത്ത് കേരളക്കരയിലേക്ക് പരിചയപ്പെടുത്തിയ പരിശുദ്ധമായ ദീൻ 1921 വരെ നിരാക്ഷേപം നടന്നു വന്നിരുന്ന ദീനാണ്. ആ ദീനിന്റെ ഇടയിലാണ് ചില ആളുകൾ ജുമഅക്ക് 2 ബാങ്ക് മഹാനായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജുമഅക്ക് 2 ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിൽ തർക്കമില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ എന്നാണ്. എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒന്ന് കൊണ്ടുവന്നാൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തമായ അഭിപ്രായം കൊണ്ടുവന്നതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് നന്നായി പഠിച്ച മുസ്തഫായ നബി തങ്ങളുടെ ആ തിരുമുഖത്തിരുന്ന് പഠിച്ച പരിശുദ്ധമായ ദീനിന്റെ ആവിഷ്കാരങ്ങളാണ് മഹത്തുക്കളായ ഖുലഫാഉർ റാഷിദുകൾ നിർവഹിച്ചത്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങള് ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് ഉമർ അങ്ങനെ കൊണ്ടുവരുമെന്ന് പറയാൻ, അതിനൊരു ആക്ഷേപം ഉന്നയിക്കാൻ സുന്നികളായ വിശ്വാസികളായ ഒരാളും വരികയില്ല. ഇതുപോലെയുള്ള വിശ്വാസങ്ങൾക്കെതിരെ സ്വഹാബത്ത് നടത്തിയ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിപ്രവർത്തനം നിർവഹിച്ചിട്ട് ബിദ്അത്തിന്റെ ആളുകൾ വന്നപ്പോഴാണ് മഹത്തുക്കളായ ആലിമീങ്ങൾ ഈ സംവിധാനത്തെ, പരിശുദ്ധമായ ദീനി പ്രവർത്തനത്തെ സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിന്റെ ഒരു അവാന്തര വിഭാഗമല്ല, പരിശുദ്ധമായ ദീനിന്റെ നേർമുഖം തന്നെയാണ്, അതിന്റെ പരിച്ഛേദം തന്നെയാണ്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ നിബന്ധനകളും നിയമങ്ങളും പാലിച്ചു പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദർശ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ നിലപാടുകളെയും അതിന്റെ പ്രവർത്തനങ്ങളെ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തുണ്ടാക്കി തന്ന, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന എന്ന നമ്മുടെ SKSSF എന്ന് പറയുന്ന പ്രസ്ഥാനം, അതിന്റെ 35ാമത് വാർഷികമാണ് മുഖദ്ദസിൽ നടക്കുന്നത്. അതിലേക്ക് നമ്മളെ നേരിട്ട് ക്ഷണിക്കാനാണ് നമ്മുടെ അഭിവന്ദനായ നായകൻ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഫഖറുദ്ദീൻ ഹസനി തങ്ങളും കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി നമ്മുടെ ഈ നാടിൽ കേരളത്തിന്റെ 2 അറ്റങ്ങളിൽ നിന്ന് ജാഥ നയിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങളും ബഹുമാന്യരായ റഷീദ് വൈസിയും ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊക്കെ വളരെ നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് അവരൊരുപാട് ദിവസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. പ്രിയപ്പെടുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് സംഘടനയുടെ ഏത് നിലപാടുകളെയും അതിന്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന ഏത് തീരുമാനവും അത് 100% ഹക്കാണ് എന്ന ബോധ്യത്തോടുകൂടെ അതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. പരിശുദ്ധമായ ദീന് പഠിപ്പിച്ച് നമുക്ക് ഈ പരിശുദ്ധമായ ദീനിനെ പരിചയപ്പെടുത്തിയ മഹത്തുക്കളായിരിക്കുന്ന ആലിമികൾ നിർവഹിച്ച ആ ദൗത്യം എന്ന് പറയുന്ന നിസ്സാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിശുദ്ധമായ ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഒരുപാട് കാലത്തെ അധ്യക്ഷനായി ഈ സംഘടനയെ വളർത്തുന്നതിൽ നിസ്സീമമായ പങ്കുവഹിച്ച അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. മഹാനായ തങ്ങൾ അവറുകൾ ഏതാനും സമയങ്ങൾക്കകം ബഹുമാനപ്പെട്ട അമീദ് ഭായ് അമ്പലക്കടവ് നമ്മുടെ വേദിയിൽ എത്തിത്തീർച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ.
ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷബലം അലങ്കരിക്കുന്നത്. അഭിവന്ദരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വന്യരായ ഉസ്താദ് അവറുകളാണ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആംബുലൻസ് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുവൈത്ത് ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രഭാഷണം നിർവഹിച്ച് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകൾ നമ്മുടെ ഈ പരിപാടിയിൽ പ്രഭാഷണം നിർവഹിക്കുകയാണ്. അതുപോലെ തന്നെ പ്രഭാഷണം നിർവഹിക്കുന്ന അഭിവന്ദനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പരക്കർ അവറുകൾ, അതുപോലെ തന്നെ സയ്യിദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ അവറുകൾ, ബഹുമാന്യരായ സത്താർ സാഹിബ് പന്തല്ലൂർ, റഷീദ് ഫൈസി വല്ലായിക്കോട് തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന വാക്കോട് ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ KKS തങ്ങള്, ബഹുമാന്യരായിരിക്കുന്ന OMS തങ്ങള്, BSK തങ്ങള്, MP കടുങ്ങല്ലൂർ, തൊയ്യിബ് വൈലി, സാഹുൽ ഹമീദ് മാസ്റ്റർ, മൂസ ഹാജി, ഹുസൈൻ കുട്ടി സാഹിബ് ഉസ്താദ്, സലീം എടക്കര, ഇബ്രാഹിം വൈലി, ഷാഫി ദ്വാരക, KP ബാപ്പു അടക്കമുള്ള ധാരാളം ആളുകൾ, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. അഭിവന്ദനായ സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ വന്നു ചേർന്ന ഏറെ അഭിവന്ദരായ സഹപ്രവർത്തകരോട് ഈ പരിപാടി ചെറിയൊരു വിളംബരം കൊണ്ട് തന്നെ വലിയൊരു സമ്മേളനമാക്കി മാറ്റാൻ പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ച അതിന് സഹായിച്ചിട്ടുള്ള ഏറെ അഭിമന്യരായ സഹപ്രവർത്തകന്മാരെ മുഴുവനും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെയും SMF-ന്റെയും അതുപോലെ ജമിയത്തുൽ മുഅല്ലിമിന്റെയും SBV-യുടെയും അടക്കം എല്ലാ പോഷക സംഘടനകളുടെയും സർവാധരണീയരായ നേതാക്കന്മാർ നമ്മുടെ വേദിയിലുണ്ട്. ആരെങ്കിലും ഒക്കെ പേര് പറയാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളോട് എല്ലാ അർഹിക്കുന്ന ബഹുമാനങ്ങളോടും കൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് അഭിവന്ദനായ സുന്നി ബാലവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് റാജി അലി ശിഹാബ് തങ്ങളും നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. ഷാഫി ദ്വാരകയും സെക്രട്ടറി ഷാഫിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരടക്കമുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും വേദിയിൽ സംബന്ധിച്ചിട്ടുള്ള അതുപോലെ തന്നെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഈ മഹത്തായ സംഗതിയിലേക്ക് ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോട് എല്ലാവിധ അർഹിക്കുന്ന ബഹുമാനങ്ങളോടെയും ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.